ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂടിൽ 23 വയസ്സുകാരനായിട്ടുള്ള അഭാൻ നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ. ഇതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന അവൻ്റെ അമ്മ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ അമ്മയോട് കൃത്യമായിട്ട് 5 പേരെയും ഒരു ദാക്ഷിണ്യവും കൂടാതെ അവരുടെ മകൻ കൊന്നു കളഞ്ഞു എന്ന വിവരം അറിഞ്ഞിട്ടും മാതൃസ്നേഹം വഴിഞ്ഞ് കിഴിഞ്ഞൊഴുകിയ ആ അമ്മ മകനെ കാണാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ വാർത്ത അറിഞ്ഞ മലയാളികൾ മൊത്തം കമന്റ് സെക്ഷനിൽ വന്നിട്ട് മാതൃസ്നേഹത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാദോരാതെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവം അവരുടെ ജീവൻ വെച്ചതിൻ്റെ കാര്യങ്ങൾ ശരിയാണ്. ദൈവം അവരുടെ ജീവൻ ബാക്കി വെച്ചത് ഒന്നിനു വേണ്ടി മാത്രമാണ്. കർമ്മഫലം എന്നൊരു സാധനം ഇവിടെ ഉണ്ട്. ഈ ഭൂമിയിൽ ആര് തന്നെ എന്ത് വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ചെറിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് ഈ ഭൂമി വിട്ട് പോകുള്ളൂ എന്നൊരു സംഭവമുണ്ട്. അല്ലെങ്കിൽ സത്യം ഇവിടെ നിലനിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൊണ്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് അവരെങ്ങനെയാണ് ആ മകനെ ഇത്രയും വലിയൊരു തെറ്റിലേക്ക് കൊണ്ടെത്തിച്ചതെന്നുള്ളത്. ആ മകൻ 23 വയസ്സ് മാത്രം പ്രായമുള്ള, ഇതുവരെയും ബാക്കി മയക്കുമരുന്നോ ബാക്കി തരത്തിലുള്ള ലഹരികളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിച്ച ഒരു പയ്യൻ. അവൻ എന്തുകൊണ്ട് അതിക്രൂരമായിട്ട് ഈ 5 പേരെ ഇങ്ങനെ ഒരു ദാക്ഷിണ്യം കൂടാതെ മനസാക്ഷി ഇല്ലാത്ത ഈ കൊലപാതകം നടത്തി എന്നുള്ളതിന് ഒറ്റ ചോദ്യമുള്ളൂ: അവൻ്റെ ഉമ്മ പഠിപ്പിച്ച രീതി. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. സ്വന്തം പിതാവിനോട് പോലും ഒരു തെല്ല് സ്നേഹം ആ മകൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ അമ്മ തന്നെയാണ്. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ മാതൃസ്നേഹം തുളുമ്പുന്ന അതിനെക്കുറിച്ച് വാദോരാതെ പറയുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അമ്മ മാത്രമല്ല, ഒരു മകൻ മകളെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനം കൂടിയുണ്ട്. ഇവർക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ തന്നെയാണ് നൽകേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസവിച്ചത് അമ്മ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സ്നേഹം കൂടുതലാണ്. അച്ഛൻ എപ്പോഴും ദേഷ്യം പറയുന്നവരല്ല. അച്ഛൻ എപ്പോഴും ഈ പറയുന്ന നമുക്കറിയാം എല്ലാ കുടുംബത്തിലും അമ്മയും അച്ഛനും തുല്യ പങ്കാളിത്തത്തോടെ കുടുംബം നോക്കുന്ന ആൾക്കാരാവണമെന്നില്ല. അതിൽ കൂടുതൽ കുടുംബങ്ങളിലും ഈ പറയുന്ന അച്ഛന്മാരാണ് തലയിൽ ബാധ്യതകൾ എടുത്ത് വെക്കുന്നത് എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും കുടുംബത്തെ വേർപെട്ടുകൊണ്ട് മറ്റ് നഗരങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് നാടുകളിലോ പോയി അവസാനം 50, 55, 60 വയസ്സോളം ജോലി ചെയ്തിട്ട് അവസാന നാളിൽ വന്നിട്ട് അവസാനം വീട്ടുകാർ അല്ലെങ്കിൽ കുട്ടികൾ ഈ പറയുന്ന അടിച്ചിറക്കുന്ന വാർത്തകൾ എത്രയോ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് മിക്കപ്പോഴും ഈ പറയുന്ന പുരുഷ ജന്മങ്ങളായി മാറുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ ജന്മം എന്ന് പറയുന്നത്. എല്ലായിടത്തും ഇതാണെന്ന് പറയുന്നില്ല. ഇവിടെ പക്ഷേ ഇതുപോലൊരു ജന്മം തന്നെയാണ് ഈ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേത്. ഈ ഭാര്യ എന്ന് പറയുന്ന ഷെമിക്ക് ഒരു തരത്തിലും ഈ ഒരു മനുഷ്യനോട് സ്നേഹം ഉണ്ടായിരുന്നില്ലെന്ന് 100 അല്ല 110% അടിവരയിട്ട് പറയാൻ കഴിയും. കാരണം അയാൾ ഉണ്ടാക്കിയ ബിസിനസ്, ആ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത, കാരണം ആദ്യം മുതലേ ഒരു ഭയങ്കര പണക്കാരോ അല്ലെങ്കിൽ ഭയങ്കര സംഭവത്തിൽ വന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ പറയുന്ന റഹീം എന്ന് പറയുന്ന വ്യക്തി. ബിസിനസ്സിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ ബിസിനസ്സിലൂടെ തന്നെയാണ് അയാൾ ആ വീട് വരെ വെച്ചിട്ടുള്ളത് എന്നത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം അത്രയും നല്ലൊരു ആർഭാട ജീവിതത്തിലേക്ക് മക്കളെ കൊണ്ടെത്തിച്ച് അല്ലെങ്കിൽ അതിന് ഭാര്യയ്ക്ക് ഉതകുന്ന തരത്തിൽ കൂട്ടുനിന്നൊരു വ്യക്തിയാണ് ആ ഭർത്താവ്. അത്രയും സപ്പോർട്ട് ചെയ്തൊരു ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്ക് എത്രമാത്രം സ്നേഹം വേണമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം ബിസിനസ് ലോസ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഏതൊരുവൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാം. അത് ഇവിടെ സംഭവിച്ചു. ആ സംഭവിച്ച സമയത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത്രയും സ്നേഹമുള്ളൊരു ഭാര്യയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വീടിന് ഏകദേശം 50 ലക്ഷത്തോളം അടുത്ത് വില വരുമെന്നുള്ള പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്തുകൊണ്ട്, അത് വിറ്റുകൊണ്ടോ മറ്റൊരു വാടക വീട്ടിലോട്ട് മാറിക്കൊണ്ടോ ഈ പണം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങളിങ്ങനെ നാട്ടിലേക്ക് പോരും, നമുക്ക് ഒന്നേന്ന് തുടങ്ങാം, ഇതാണ് ഒരു നല്ല ഭാര്യ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഭർത്താവ് സ്വന്തമായിട്ട് അയാൾ ഒരിക്കലും ഈ വീട്ടുകാരെ നോക്കാതിരുന്നിട്ടില്ല, അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അവർക്കൊന്നും കൊടുക്കാതിരുന്നിട്ടില്ല. ആ മനുഷ്യൻ ഉണ്ടായിപ്പോയ തെറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന വന്നുപോയൊരു നഷ്ടത്തെ കൃത്യമായിട്ട് വീട്ടുകാരിൽ നിന്ന് അവിടെ കിടന്ന് അതികഠിനമായിട്ട് ജോലി ചെയ്ത് തന്നെ വീട്ടിൽ ഒരു പകുതി മുക്കാലും തീർത്തൊരു മനുഷ്യനാണ്. അപ്പം അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതിലപ്പുറത്തേക്ക് അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു കാര്യം, പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന കാര്യം, ഈ പയ്യന്റെ സ്നേഹിതയായിട്ടുള്ള ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാല പണയൊടുക്കാൻ വേണ്ടി ആ ഗൾഫിൽ കിടന്ന് പണിയെടുത്ത് ആ മനുഷ്യൻ അയച്ചു കൊടുത്തൊരു പൈസയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, അത്രയും സ്നേഹമുണ്ടായിരുന്ന, വീട്ടുകാരെ വേദനിപ്പിക്കരുത്, നോവിക്കരുത്, ഞാൻ ഉരുകിയാലും എന്ന് കരുതിയിരുന്നൊരു മനുഷ്യനായിരുന്നു ആ റഹീം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ അറിയാതെ എത്രയോ ഈ പറയുന്ന സീക്രട്ടുകൾ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു ഈ ഷെമി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ അത്തരത്തിലുള്ള ആർഭാട ജീവിതങ്ങൾ തന്നെയാണ് മക്കൾ കണ്ടുപഠിച്ചത്. മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്, അച്ഛൻ ഈ ഒരു അവസ്ഥയിലാണ്, നീയാണ് അവന് അയാൾക്ക് താങ്ങായി മാറേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു അമ്മയുടെ കടമയാണ്. അത് മനസ്സിലാക്കാൻ ഏതൊരു മക്കൾക്കും കഴിയുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് പണം മാത്രം ഇട്ട് സ്വന്തക്കാരുടെ കയ്യിൽ നിന്ന് പണം ഈ പറയുന്ന കടം വാങ്ങിക്കുക, സ്വർണം വാങ്ങിക്കുക, അതിനുശേഷം പലതരത്തിലും ഈ പറയുന്ന പലിശയ്ക്ക് ദിവസേനയുള്ള പലിശ കണക്കിൽ പൈസ എടുക്കുക, വെട്ടിപ്പലിശ പോലുള്ള കാര്യങ്ങൾ, അതിൽ പിന്നെ സ്വന്തക്കാരുടെ നിന്ന് ആധാരം വരെ പണയം വെച്ച് ഇത്രയും കാശുകൾ ഉണ്ടാക്കിയെടുത്ത് ഇവർ കോഴി ബിസിനസ്സൊക്കെ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ സീക്രട്ടുകൾ ഈ ഷെമി എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒളിച്ചിരിപ്പുണ്ട്. അതിലത് കുറേ ആൾക്കാർ ഈ പറയുന്ന അവിഹിതമൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. ഞാൻ അത്തരത്തിലൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല, അതൊക്കെ ബാക്കിയുള്ളവരിൽ ഇരിക്കുന്നു. പക്ഷെ പൈസയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള 65 ലക്ഷത്തോളം
ഒരു കണക്ക് ഭർത്താവ് അറിയാതെ ഈ മകനും അമ്മയും ചേർന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി അതിൽ എന്തൊക്കെയോ സീക്രട്ടുകൾ ഉണ്ട് എന്നുള്ളത് പറയാതെ പോയി. ഇത്രയും വലിയൊരു ആർഭാട ജീവിതം 6-7 വർഷം കൊണ്ട് ഇത്രയും കടം ഉണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ്. പക്ഷെ അത്രയേറെ മകൻ ആർഭാട ജീവിതം നയിക്കാൻ കൂട്ടുനിന്നൊരു സ്ത്രീ ആവണമെങ്കിൽ ആ സ്ത്രീയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ മകനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് പൈസയുടെ കാര്യങ്ങൾ തന്നെയായിരിക്കും, കണക്കുകൾ തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം അറിഞ്ഞ കാര്യമാണ് ഹിമാലയൻ ബുള്ളറ്റ്, അതല്ലാതെ ബൈക്കുകൾ, ഇങ്ങനെ കുറേ അധികം ആയിട്ടുള്ള വണ്ടികളടക്കം ഉണ്ടായിരുന്നൊരു പയ്യനാണ് ഇവൻ ഇത്രയും കടം വന്നപ്പോഴും ഒരിക്കൽ പോലും അവൻ ആ വണ്ടി പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വണ്ടി വിൽക്കാൻ അവൻ ശ്രമിച്ചില്ല. അപ്പം ഇവിടെ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് അമ്മയും മകനും തമ്മിൽ ഉണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ഇവൻ അമ്മയെ പോലും കൊല്ലാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിയും ഈ ഒരു സ്ത്രീ തന്നെയാണ്. കാരണം അവനെ ഈ ഒരു പ്രായത്തിലേക്ക് ഇവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യകാലങ്ങളിൽ കടം മൊത്തവും മേടിച്ചു കൂട്ടിയതും കൈകാര്യം ചെയ്തതും മൊത്തം അമ്മയാണ്. ഒരു പകുതി മുക്കാലും കടത്തിൽ മുങ്ങിയ സമയത്താണ് ഞാൻ ഇതിലേക്ക് കയറിയത് എന്നൊരു കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്, അത് തന്നെയാണ് അവൻ്റെ പകയ്ക്കും കാരണം. അവൻ നോക്കുന്ന സമയത്ത് അമ്മ മാത്രമായി കടം മൊത്തം വരുത്തി വെക്കാനുള്ള കാരണം അച്ഛൻ ഈ പറഞ്ഞ വിദേശത്ത് ഉണ്ടാക്കി വെച്ച കടമാണ്. അപ്പം ഒന്നാമത്തെ കുറ്റക്കാരനായിട്ട് അവൻ അച്ഛനെ കണ്ടു, രണ്ടാമത് അമ്മയെ കണ്ടു. ഇത് ഭയങ്കര വൈരാഗ്യമായിട്ട് മാറി. കാരണം 23 വയസ്സിൽ അവൻ അനുഭവിച്ചു വന്ന ജീവിതത്തിൽ നിന്ന് അവൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച ഇതുപോലൊരു ജീവിതമായിരുന്നില്ല, ഇതുപോലൊരു കടക്കണിയായിരുന്നില്ല. അപ്പം ഇത് രണ്ടും സമ്മാനിച്ചത് അവൻ്റെ ഉമ്മയും ബാപ്പയും തന്നെയാണ്. അവൻ്റെ ജീവിതം തുലച്ചത് അവർ തന്നെയാണ്. അവൻ നോക്കുന്ന സമയത്ത് അവനോട് ആർക്കും സ്നേഹമില്ലാത്തതുപോലെ എല്ലാവരും തരുന്ന പൈസ തിരിച്ചു ചോദിക്കുന്നു, അല്ലെങ്കിൽ പൈസയ്ക്ക് കണക്ക് പറയുന്നു. ഈ മാനസികാവസ്ഥ മാറി 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 വല്ലാത്ത രീതിക്ക് പോയി പരുക്കനായി മാറിയത് തന്നെയാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം ഇതിലേക്ക് നയിച്ചത് ഇവരുടെ കുടുംബാന്തരീക്ഷങ്ങളും ഇവരുടെ സ്വഭാവ രീതികളും തന്നെയാണ്. അപ്പം നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടോ കിനിഞ്ഞൊഴുകിയിട്ടോ ആയിരിക്കില്ല ആ അമ്മ മകനെ കാണാൻ വിളിക്കുന്നത്. കാരണം 13 വയസ്സ് മാത്രമുള്ള തൻ്റെ മകനെയും അവൻ സ്നേഹിച്ച പെണ്ണിനെ കൂടി കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോഴും ആ അമ്മയ്ക്ക് ഒരു മരവിപ്പ്, സ്നേഹമുള്ള ഏതൊരു അമ്മയ്ക്കും മരവിപ്പേ ഉണ്ടാകും. അതിലപ്പുറത്തേക്ക് അയ്യോ ഇനി എനിക്ക് എൻ്റെ മകനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹപ്രകടനമായിരിക്കില്ല, മറിച്ച് ആ അമ്മ ഉണ്ടാക്കി വെച്ച, ഭർത്താവ് അറിയാതെ ഉണ്ടാക്കി വെച്ച കടക്കണിയുടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരേ ഒരാൾ ആ മകനാണ്. സ്വാഭാവികമായിട്ടും 5 പേരെ കൊന്നതുകൊണ്ട് അവനെ പോലീസ് പിടിച്ചതുകൊണ്ട് ഇതിൻ്റെ മൊഴികളും ബാക്കി കാര്യങ്ങളും എടുക്കും. ഇത് വെളിയിൽ വരും, ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്, ഇനി എനിക്ക് ആകെ ഉള്ളത് ഭർത്താവാണ്. അപ്പം ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അഭാൻ്റെ വായിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് അതൊക്കെ അറിയും. സ്വാഭാവികമായിട്ടും എന്നിൽ നിന്ന് അയാളും അകന്നു പോകും. ഈ ഒരു സംഭവം, ഈ ഒരു പേടി ആ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഇപ്പോഴും കാണും. അതുകൊണ്ടായിരിക്കും 5 പേരെയും കൊന്നു എന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും അവർ വീണ്ടും തുറന്ന് സത്യം ഭർത്താവിനോട് പോലും പറയാത്ത. ഏതൊരു സ്ത്രീ എത്രയും മക്കളോട് സ്നേഹമുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം ഭർത്താവിനോട് മക്കൾ ചെയ്ത തെറ്റ് അവർ മറച്ചു വെക്കില്ല, പറയുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഇത്രയും വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ കാര്യങ്ങൾ മൊത്തവും കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ അറിയാവുന്നത് മകൻ മാത്രമാണ്. ആ മകൻ എടുത്തില്ല, ഇളയ മകൻ മരിച്ചു എന്ന് പറയുന്നത്. അപ്പം ആരും തന്നെ ഇല്ല അവർക്ക് സത്യത്തിൽ സപ്പോർട്ടിന്, മെൻ്റലി അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. കാരണം അവരുടെ കള്ളങ്ങൾ മൊത്തം, അവരുടെ കാര്യങ്ങൾ മൊത്തം അറിയുന്നത് ഭർത്താവിൽ നിന്ന് അവർക്ക് അകന്ന് നിൽക്കാനേ കഴിയൂ. കാരണം അവർക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തു, കള്ളങ്ങൾ ഭർത്താവ് അറിയാതെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് ഈ പണവും ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് വീർപ്പുമുട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൻ്റെ കാരണം മകൻ ഇതൊക്കെ വെളിപ്പെടുത്തുമോ എന്നുള്ള ഒരു ഭയം തന്നെയായിരിക്കും. എന്നെ ഇട്ടിട്ട് ഈ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് പോയി, ഇനി എനിക്ക് ഭൂമിയിൽ ആരും തന്നെ ഇല്ല, ഇനി എന്നെ ആരും സ്വീകരിക്കില്ല എന്നൊരു പേടി കൃത്യമായി ആ സ്ത്രീയിൽ ജനിച്ച് അല്ലെങ്കിൽ വളർന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മകനെ കണ്ട് ഒന്ന് കണ്ണീരണിഞ്ഞുകൊണ്ട് നീ എന്തായാലും ഈ ജയിലിലേക്ക് പോകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കി കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തല്ലെന്ന് മകനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അതിൽ ഓക്കെ ആക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ഈ അമ്മ മകനെ കാണാൻ വേണ്ടി ഇത്രയും വെപ്രാളം കൊള്ളുന്നത്. അതിലപ്പുറത്തേക്ക് ഒരു സ്നേഹത്തിൻ്റെ പത്തരമാറ്റും ഞാനതിൽ കാണുന്നില്ല, എനിക്കത് കാണാനും കഴിയുന്നില്ല. കുറേ പേര് അമ്മമാർ വന്നിട്ട് വെന്തുരുക്കി കമൻറ്റുകൾ ഇടുന്നത് കണ്ടു, അയ്യോ നല്ല അമ്മ, മാതൃസ്നേഹമൊന്നും. ഞാനൊരു അമ്മയാണ്, എനിക്കൊരു മകനുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ചിലർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നിൻ്റെ കുഞ്ഞായതുകൊണ്ട് അവൻ വലുതാകുമ്പോൾ ചിലപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇതുപോലെ തന്നെ ആയിരിക്കുമെന്ന്. ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മകനായാലും ഇനി മറ്റൊരു മകനായാലും എൻ്റെ അച്ഛനായാലും മറ്റേതെങ്കിലും ഒരു വ്യക്തിയായാലും എൻ്റെ ഭർത്താവായാലും ഇനി ആരെ തന്നെ ആയാലും തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാനുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധം എല്ലാ മനുഷ്യരിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കൃത്യമായി നന്നാവുള്ളൂ. അതിലപ്പുറത്തേക്ക് നമ്മൾ ആർക്കാണോ വളം വെച്ച് കൊടുക്കാൻ ഒന്നാമത് ചെയ്യും, നമ്മൾ എപ്പോഴെങ്കിലും പറയും ഒരു വട്ടമൊക്കെ ക്ഷമിക്കാനില്ല, ഒരു വട്ടവും ആരോടും ക്ഷമിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഒരു വട്ടം ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരതൊരു വഴിയായി എടുക്കും. പിന്നീട് നമ്മളോട് തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിനോട് തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം പറയേണ്ട കാര്യങ്ങൾ, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ
അതിന് മക്കളായാലും അച്ഛനായാലും ഭർത്താവായാലും അനുജനായാലും ആരായാലും അമ്മയായാലും എന്തായാലും പ്രതികരിക്കേണ്ട രീതിക്ക് പ്രതികരിക്കാൻ ഓരോ ആൾക്കാരും തയ്യാറായാൽ മാത്രമേ ഈ സമൂഹം നന്നാവൂ. അതിനപ്പുറത്തേക്ക് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും എത്ര ലഹരി ഉപയോഗിച്ചാലും ആരെ കൊന്നു തള്ളിയാലും പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും അയ്യോ ഞാൻ 9 മാസം മുമ്പ് പ്രസവിച്ച മകളല്ലേ മകനല്ലേ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അതിൽ വലിയ മാതൃസ്നേഹത്തെ വളർത്തിയെടുക്കുകയല്ല ചെയ്യാനുള്ളത്. അത് തോന്നിവാസം അല്ലെങ്കിൽ തെറ്റെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അവിടെ ഇതിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെയും ഈ പറയുന്ന 9 മാസം വയറ്റിലിട്ട മറ്റൊരു അമ്മ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെയും കൃത്യമായിട്ട് അതേപോലെ തന്നെ നൊന്ത് വേദനിച്ച് കരയേണ്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ഇളയ മകനെ ഇത്രയും ദാരുണമായിട്ട് കൊന്നവനാണ് അവനെ എനിക്ക് കാണേണ്ട വെറുപ്പാണെന്നേ ഒരമ്മയ്ക്ക് പറയാൻ പറ്റൂ. അതിലപ്പുറത്തേക്ക് ഒരിക്കലും അതല്ല ചിലർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി അവർക്ക് ആ മകൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവനെ കാണാനുള്ള വല്ലാത്തൊരു ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയല്ല ഉണ്ടാവുന്നത്. 5 പേരെ ദാരുണമായിട്ട് അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ അവരെ പോലും അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സീക്രട്ടുകൾ അവരും മകനും തമ്മിലുണ്ട്. ആ സീക്രട്ടുകൾ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ സ്ത്രീ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഉപദ്രവിച്ചത് മകനാണ് എന്നൊരു സംഭവം അവർ വെളിയിൽ വിടാത്തത്. കാരണം അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അഫാന് ദേഷ്യം തോന്നുകയും അഫാൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം വെളിയിൽ പറയും എന്നൊരു പേടി അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ ഭർത്താവിനോട് പോലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. ഇത് എൻ്റെ ഒരു നിഗമനമാണ്. ആ നിഗമനത്തിലേക്ക് ഞാൻ എത്തിയതിൽ കുറേയധികം വാർത്തകളുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അമ്മമാർ മക്കളുമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കേണ്ട രീതിയിൽ ശാസിച്ചില്ലെങ്കിൽ അവസാനം അവരുടെ കൈകൊണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും അന്ത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്തിയെടുക്കുക.